ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡില് തന്റെ അച്ഛനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ സത്യ അങ്ങ് ഞെട്ടുന്നുണ്ട്. ബിഗ് ഫ്രണ്ട് എന്ന് വിളിക്കുമ്പോ ശാലിനി പറയും അച്ഛൻ. അപ്പൊ സത്യക്കും സത്യം അതില് ശാലിനി കയ്യില് തൊട്ടിട്ട് പറയും സത്യം. അത് കേൾക്കുമ്പോ സത്യക്ക് ഒരുപാട് സന്തോഷമാവാ ചെയ്യുന്നത്. എന്റെ മോളുടെ അച്ഛനാ പപ്പി മോളുടെ വിഷ്ണു അച്ഛൻ. ഇപ്പൊ സത്യം ഇങ്ങനെ അന്ന് വിഷ്ണു വന്ന് കെട്ടിപ്പിടിച്ചതും ഉമ്മ വെച്ചതും എല്ലാം ആലോചിച്ച് ഇങ്ങനെ സന്തോഷത്തിൽ നിൽക്കുക. സത്യക്കും ഇത്രയും നാൾ ഞാൻ കാണാൻ ആഗ്രഹിച്ചതും അച്ഛനെന്നെ മനസ്സുകൊണ്ട് വിളിച്ചു നടന്നതും എന്റെ ബിഗ് ഫ്രണ്ടിനെയാണോ? ശാലിനി ഇങ്ങനെ അതെന്ന് പറയുമ്പോ സത്യക്കും പിന്നെ എന്തിനാ അമ്മേ എന്നിൽ നിന്നും ഈ സത്യം മറച്ചു വെച്ചത്? പറയമ്മേ, എന്തിനാ എന്നിൽ നിന്നും ഇത് മറച്ചു വെച്ചത്? ശാലിനി പറയും മോൾക്കറിയാലോ സത്യാമ്മയും അമ്മയും തമ്മിലുള്ള വഴക്കിന്റെ കാര്യമൊക്കെ. ആര് വഴക്ക് കാരണാ ഇതൊന്നും ആരോടും പറയാതെ രഹസ്യമായി വെച്ചത്? സത്യക്കും എന്നാലും അമ്മേ എന്നോടെങ്കിലും പറയായിരുന്നില്ലേ? ശാലിനി കരഞ്ഞോട് പറയും അമ്മ പറഞ്ഞില്ലേ മോളെ, കഴിഞ്ഞില്ല. പിന്നെ മോളെ ഒരു കാര്യമുണ്ട് മോളെ, ഇത് ആരോടും പറയരുത്. പറഞ്ഞാ പിന്നെ വലിയ വഴക്കാവും. അപ്പൊ സത്യക്കും അതെന്താ അമ്മ അങ്ങനെ? ശാരദാമ്മയെ നോക്കും, ശേഷം പറയും അതങ്ങനെയാ മോളെ, തൽക്കാലം ഇത് നമ്മുടെ മനസ്സിൽ മാത്രം ഇരുന്നാ മതി. അച്ഛനെ സ്നേഹിക്കാൻ എന്റെ മോൾക്കിനി ഒരു തടസ്സവും ഇല്ല. അച്ഛനും അങ്ങനെ തന്നെയാ. സന്തോഷായില്ലേ അമ്മക്ക്? അപ്പൊ സത്യ താങ്ക്സ് അമ്മേ എന്ന് പറഞ്ഞപ്പോ ശാലിനി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും. ഞാൻ റോൾ മോഡൽ ആവാൻ ആഗ്രഹിച്ച എന്റെ വിഷ്ണുച്ചനെ തന്നെ എനിക്ക് എന്റെ അച്ഛനായി തന്നതിന് അതിന് സത്യമോളുടെ വക ഒരു പ്രത്യേക ചക്കര ഉമ്മ എന്ന് പറഞ്ഞ കൊടുക്കുന്നത്. ശാരദാമ്മയ്ക്കും ഇതെല്ലാം കാണുമ്പോ സന്തോഷാവുന്നുണ്ട്. അങ്ങനെ സത്യ പറയും ശാരദാമ്മ ഒന്ന് കുനിഞ്ഞേ. എന്താന്ന് വെക്കുമ്പോ കുനിയേ എന്ന് പറഞ്ഞ് പിടിച്ച് കുനിച്ചിട്ട് ഒരു ഉമ്മ കൊടുക്കും. ശാരദാമ്മയും കൊടുക്കും. സത്യ പറയും ഇനി ആവശ്യമില്ല കാര്യങ്ങളൊക്കെ ചോദിച്ച് ഇനി ആരെയും ബുദ്ധിമുട്ടിക്കില്ല കേട്ടോ. എനിക്ക് എല്ലാരോടും പറയണം എനിക്ക് എന്റെ അച്ഛനെ തിരികെ കിട്ടിയെന്ന്. ആദ്യം ഞാൻ ഭഗവാനോട് പറയട്ടെ എന്ന് പറഞ്ഞ് ശാലിനിക്ക് വീണ്ടും ഉമ്മ കൊടുക്കുമ്പോ ശാലിനിയും ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൂടി അങ്ങോട്ടും കൊടുക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി സത്യ അവിടുന്ന് പോവാ. അപ്പോഴും ശാലിനിക്ക് അറിയണേ ശാരദാമ്മ അടുത്ത് വന്നിരിക്കും. ഈശ്വരൻ നമ്മളോട് ക്ഷമിക്കട്ടെ ഇത്രയും നാള് അവളെ കള്ളങ്ങൾ പറഞ്ഞ് സമാധാനിപ്പിച്ചതിന് അല്ലേ? അപ്പൊ ശാലിനി പറയും പക്ഷേ എനിക്ക് പേടിയുണ്ടമ്മേ. എന്തിനെ? ശാലിനി പറയും നല്ലതിനെന്ന് കരുതി നമ്മൾ മറച്ചു വെച്ച രഹസ്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇനി അവസാനം ആ രഹസ്യം കൂടെ പുറത്തു വന്നാ അതെങ്ങനെ സത്യാമ്മ അറിയാൻ ഇടവന്നാൽ അറിയാതിരിക്കട്ടെ, അമ്മയുടെ ദൈവങ്ങൾ അതിനിട വരുത്താതിരിക്കട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ശാലിനി അവിടുന്ന് പോകും. ശാരദാമ്മ ദേവി എല്ലാം നേരെയാക്കി തരണേ. ഇതേ സമയം സത്യ ഭഗവാന്റെ മുന്നിൽ പ്രാർത്ഥിക്കുക. ഭഗവാനെ, ബിഗ് ഫ്രണ്ടിന്റെ അച്ഛനാണെന്ന് ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. സ്വപ്നത്തിലെങ്കിലും എന്നോട് വന്ന് പറയായിരുന്നില്ലേ വിഷ്ണു അച്ഛൻ എന്റെ അച്ഛനാണെന്ന്? എന്നാലും എനിക്കിപ്പോ സന്തോഷമായി കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ ശാലിനി അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. അവസാനം എനിക്ക് എന്റെ അച്ഛനെ കിട്ടിയല്ലോ. ഇനിയെങ്കിലും ഞങ്ങൾക്ക് സന്തോഷത്തോടു കൂടെ ജീവിക്കാൻ കഴിയണേ ഭഗവാനെ. ഇതന്നെയാണ് ശാലിനി ഇപ്പൊ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. എന്നാ കഴിയുമെന്നുള്ള ടെൻഷനിൽ അവിടെ നിൽക്കുന്നത്. ശേഷം പിന്നീട് കാണിക്കുന്നത് വിഷ്ണുവിന്റെ വിശ്വരൂപം എടുത്തുകൊണ്ടാണ് വിഷ്ണു ഇപ്പോ ചിറ്റപ്പനെ കാണാനായിട്ട് പോകുന്നത്. ചിറ്റപ്പനാണെങ്കിൽ മില്ലിലെ ആൾക്കാരോട് പണിക്കാരോട് ഓരോന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കണേ. എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ, ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവരുത്. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴായിരിക്കും വിഷ്ണുവിന്റെ വണ്ടി അവിടെ വന്ന് നിൽക്കുന്നത്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി മുന്നിൽ വന്ന് നിൽക്കുമ്പോ ചിറ്റപ്പൻ ചോദിക്കും ആരത് വിഷ്ണുമോനോ? എന്താ പതിവില്ലാതെ ഇവിടെ? ചിറ്റപ്പൻ എന്തോ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ജീപ്പിനകത്ത് വെച്ചിരിക്കുകയാണോ? അപ്പൊ വിഷ്ണു പറയും ഞങ്ങൾക്കായി മുഴുവൻ തന്നത് ചിറ്റപ്പനല്ലേ. ചിറ്റപ്പൻ അറിഞ്ഞു തന്നതിന്റെ അന്താളിപ്പിൽ നിൽക്കാൻ ഞങ്ങളുടെ കുടുംബം. ചിറ്റപ്പൻ പറയും അറിഞ്ഞു തന്നതാണെങ്കിൽ അത് അറിയേണ്ട ആൾക്കാരെയൊക്കെ അറിയിച്ചിട്ടുണ്ട്. എന്നെ കാണാൻ അച്ഛൻ പറഞ്ഞു വിട്ടതാണോ അതോ അമ്മ പറഞ്ഞു വിട്ടതാണോ? വിഷ്ണു പറയും പറഞ്ഞു വിട്ടതിലല്ലോ കാര്യം, പറയാൻ വന്നതിലല്ലേ. അത് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടേ പോവൂ. ഓ അപ്പോ മകൻ മുടയും കൊണ്ടാ വന്നിരിക്കുന്നതല്ലേ? ശേഷം അവിടെ ഉള്ളവരോട് പറഞ്ഞു കൊടുക്ക ഇതിന്റെ ചേട്ടന്റെ മോനാ. കുറച്ചു കാലം കുറച്ച് ചട്ടമ്പിത്തരൊക്കെ ഉണ്ടായിരുന്നു കയ്യില്. ഈ ബ്ലേഡ് അതായിരുന്നു ഒരു ലൈന്. അല്ല നിനക്കൊക്കെ വല്ലതും മനസ്സിലായോ? വിഷ്ണുവിന്റെ അടുത്ത് പറയും ഇത്തരം ചില്ലറ പരിപാടികളൊന്നും ഇവന്മാർക്ക് മനസ്സിലാവില്ല. എന്റെ വിഷ്ണു അതിപ്പോ ഇവന്മാരെ പറഞ്ഞിട്ടും കാര്യമില്ല. ലക്ഷങ്ങൾ കോടികളാക്കുന്ന കള്ള കറൻസിയുടെ കച്ചവടവും ഈ ഈട്ടി തേക്ക് ചന്ദനം മാഞ്ചിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവന്മാർക്ക് അറിയും. പിന്നെ ഒരു ഗുണം എന്താന്ന് വെച്ചാ എപ്പ തപ്പിയാലും ഇവന്മാരുടെ അരയിൽ ഒരു ടൂൾസ് കാണും. അതിപ്പോ കൈപ്പത്തിക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന കുട്ടി റിവാള് മുതൽ AK-47 വരെ കാണും. ഒറ്റെണ്ണം പുറത്തെടുക്കില്ല. അതിനു പറ്റിയ തണ്ടും കഴുത്തുള്ളവന്മാരെ മുട്ടാൻ കിട്ടണ്ടേ കേരളത്തില്? അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കാൻ മടുപ്പാ. ശരീരം അനങ്ങാത്തതുകൊണ്ട് വെറുതെ ഇരുന്ന് പിത്തം പിടിക്കുന്ന ഇവന്മാര് പറയുന്നത്. വിഷ്ണുവിന് ശരിക്കും എന്തായാലും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ നിങ്ങളൊക്കെ നേരിട്ട് വിളിക്കാലോ. പിന്നെ ഉള്ളത് പറയാലോ, എന്റെ കയ്യിൽ എവിടെ പോയാലും ഒരു മുട്ടുസൂചി പോലും കൂടെ ഉണ്ടാവില്ല. കാരണം ടൂളിന്റെ ബലത്തിലല്ല വിഷ്ണു നടക്കുന്നത്, തണ്ടലിന്റെ ബലത്തിലാ. അതിന്റെ ഉറപ്പ് ശരിക്കും അറിയാവുന്നത് കൊണ്ട് കൈമുതലായി കിട്ടിയ നല്ല നാടൻ തല്ല് കൈവശമുണ്ട്. മുന്നിൽ വന്ന് നിൽക്കുന്നവൻ അവന്റെ കൈ ടൂളിനായി തപ്പണ നിമിഷം അവന്റെ മർമ്മം നോക്കി കുത്താനുള്ള വിദ്യയും അറിയാം. ഇതൊക്കെയാണ് എന്റെ അഭ്യാസ പട്ടികയിലെ വിവരങ്ങളെ എന്നിങ്ങനെ ചിറ്റപ്പനെയും അവരെയും കൂടെ കേൾക്കെ പറയാം. ഉപേന്ദ്രൻ പറയും ഞാൻ പ്രതീക്ഷിച്ചത് നിന്നെയല്ല നിന്റെ അമ്മയാണ്. സഹായം ചോദിച്ചു വരാൻ എന്റെ ഏട്ടനും മടിയാണ്. പക്ഷേ നിന്റെ അമ്മയ്ക്ക് എന്റെ മുന്നിൽ വരാൻ മടിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നോട് ചതി കാണിച്ചതും എന്നെ ഈ നാടെന്ന് ഓടിക്കാൻ കാരണക്കാരനായതും നിന്റെ അച്ഛനല്ലേ. ആ പക ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെയാടാ ഞാനിവിടെ വന്നതും നിന്റെ ദത്തനിയനെ നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച് കളിച്ചതും.
പക അത് വീട്ടാനും തീർക്കാനുള്ളതാണ്. അത് തീർത്തിട്ടേ ഉപേന്ദ്രൻ നാട് വിട്ടു പോകൂ. വിഷ്ണു പറയും എങ്കിനീ പോകും, കേരളം വിട്ടല്ല, ഈ ഭൂമി വിട്ട് അങ്ങ് പരലോകത്തേക്ക്. അതിനുള്ള കൊട്ടേഷൻ കൊണ്ടാടാ ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞേ നെഞ്ചത്തേക്ക് ആഞ്ഞു ചവിട്ടണേ. ആ ഒരൊറ്റ ചവിട്ടിൽ തന്നെ ഉപേന്ദ്രൻ അവിടെ പോയി വീഴും. ഉപേന്ദ്രൻ അവിടെ മരങ്ങൾക്കിടയിലേക്ക് വീഴും. കൂട്ടത്തിലുള്ളവരെ പിടിക്കുന്നുണ്ട്. ഉപേന്ദ്രൻ പറയും അടിച്ചൊടിക്കടാ ഈ എന്ന് പറഞ്ഞ നല്ല പച്ച തെറി പറയാ. അവന്മാരാണെങ്കിൽ വിഷ്ണുവിന് ചുറ്റും ഇങ്ങനെ നടക്കുമ്പോ വിഷ്ണു പറയും പിന്നെ അടിക്കാനാണെങ്കിലും അടി കൊള്ളാനാണെങ്കിലും എനിക്ക് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് പരസ്പരം ഒന്ന് പരിചയപ്പെടാം. അല്ല എന്റെ അടി കൊള്ളാനുള്ള യോഗ്യത നിങ്ങൾക്കൊക്കെ ഉണ്ടോന്ന് എനിക്ക് അറിയണല്ലോ. ഞാനും എന്നെ പരിചയപ്പെടുത്താനേ. അപ്പൊ പിന്നെ നമുക്കതൊരു ഗുണാവുമല്ലോ. ഞാൻ മാർട്ടിൻ, ഞാൻ ജോർജ് എന്നൊക്കെ ഇങ്ങനെ ഓരോരുത്തരായിട്ട് അവരവരുടെ പേരും അവരവരുടെ സ്വഭാവവും അങ്ങനെ ഓരോ വിവരങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. വിഷ്ണു പറയും ഓ ഇതൊക്കെ മനസ്സിലായി. അപ്പോ ഞാൻ വിഷ്ണു എന്ന് പറഞ്ഞ് വാച്ച് അയക്കും. ഈ ത്രിമൂർത്തികളില്ലേ, വിഷ്ണു ഭഗവാന്റെ ജോലി പരിപാലന. പക്ഷെ ഞാനിവിടെ ചെയ്യാൻ പോകുന്നതേ എന്ന് പറഞ്ഞ് ആ വാച്ച് കേടുവരാതെ മടിയിൽ കുത്തിവെക്കും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നതേ പരമശിവന്റെ സംഹാരാടാ എന്ന് പറയലും മുന്നിൽ കാണുന്ന ഒരുത്തനെ ആദ്യം തന്നെ ചവിട്ടുക. പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. ഓരോരുത്തന്മാരെ അടിച്ചു പഞ്ഞിക്കിടുക. എല്ലാവരും ഇങ്ങനെ തെറിച്ചു പോകുന്നത് കണ്ട് ചിറ്റപ്പൻ ഞെട്ടി നിൽക്കുക. സംഹാര താണ്ഡവം കണ്ട് ചിറ്റപ്പന്റെ ബോധം പോകുന്നുണ്ട്. ഛേ എന്ന് പറഞ്ഞിട്ട് ആകെ പേടിച്ചിട്ടൊക്കെയാ നിൽക്കുന്നത്. വിഷ്ണു അമ്മമാരൊക്കെ വീണ്ടും വിളിക്കുമ്പോ ഓരോരുത്തരായിട്ട് കണ്ട വഴിയിലൂടെ ഓടി പോവാണേ. ചിറ്റപ്പനോട് വയ്ക്കും എന്തേ ചിറ്റപ്പൻ ഛേ എന്ന് പറഞ്ഞ് പേടിച്ചോണ്ട് നിക്ക. വിഷ്ണു അടുത്തേക്ക് വരുമ്പോ ഒന്നുകൂടെ ഭയം വരികയാണേ. എന്നാ നേരത്തെ കിട്ടേണ്ട ആ ഒരു സ്ട്രോങ് മാറിയിട്ടില്ല, ചുമച്ചു പോവാണ് ആള്. വിഷ്ണു ടൂളൊന്നും കണ്ടില്ലല്ലോ, അതോ അമ്മമാർക്ക് എടുക്കാൻ സമയം കിട്ടിയില്ലേ? ചിറ്റപ്പൻ ചോദിക്കും എന്താ നിന്റെ ഉദ്ദേശം? വിഷ്ണു പറയും കൊല്ലാൻ തന്നെ വന്നതാടോ, അതിന് മാത്രം ചെയ്താണല്ലോ താൻ ഞങ്ങളോട് ചെയ്തു കൂട്ടിയത്. പക്ഷെ എന്റെ അച്ഛന്റെ അതേ രക്തം അതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് ഞാൻ വിടുക. മനസ്സിലായില്ലേ, തന്റെ ജീവനിപ്പോ എന്റെ അച്ഛന്റെ ഭിക്ഷയാണെന്ന്. എന്നാലും തന്നെ പൊട്ടിക്കാതെ പോവാനുള്ള മനസ്സ് വരുന്നില്ല. എന്റെ കുടുംബം കുളം തോണ്ടിയ ആളല്ലേ, അതിന്റെ പേരിൽ 2 എണ്ണം വാങ്ങിക്കണം. 2 എണ്ണം മാത്രം എന്ന് പറയലും കരണം നോക്കി ഒന്ന് കൊടുക്കും. പിന്നത്തത് ചവിട്ടാ. അതിനെ അവിടെ പോയി വീഴുമ്പോ വിഷ്ണു തന്നെ ഇവിടെ വാടാ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് പൊന്തിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തുന്നുണ്ട്. ശേഷം വലിച്ചോണ്ട് ആ മില്ലിന്റെ അകത്ത് കൊണ്ടുപോയിടും. അവിടെ ആ മരം മുറിക്കുന്ന മെഷീൻ ഉണ്ട്, അതിലേക്ക് അങ്ങ് ഒരൊറ്റ ഇടലാണ്. അങ്ങേരെ അവിടുന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. അപ്പോഴേക്ക് വിഷ്ണു ആ മെഷീൻ അങ്ങ് ഓണാക്കും. വിഷ്ണു ചതിക്കരുത്, എന്നൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് കൈ കൂപ്പുമ്പോ വിഷ്ണു പറയും അവസാനിപ്പിക്കേണ്ടതാ നിന്നെ. പക്ഷേ ഞാൻ ചെയ്യുന്നില്ല. ദാ രക്തം രക്തത്തോട് കാണിക്കുന്ന ദയാണെന്ന് കരുതിയാ മതി. പിന്നെ നിനക്കുള്ള ശിക്ഷയ്ക്ക് അങ്ങേ സർക്കാർ ചെലവിൽ കിട്ടും, ചങ്ങലയും വളയൊക്കെ ആയിട്ട്. തൽക്കാലം നീ അതുകൊണ്ട് അങ്ങ് തൃപ്തിപ്പെട്. ഇനി മേല നിന്റെ ദുഷിച്ച നാവുകൊണ്ടേ എന്റെ അമ്മയുടെ പേര് പോലും ഉച്ചരിക്കരുത്, ഉച്ചരിച്ച് പോവരുത്. പോയാൽ എന്ന് പറഞ്ഞ് കവിള് തൊട്ടിട്ട് പറയും ദാ ഇത് നിന്റെ കഴുത്തിന്റെ മേലെ ഉണ്ടാവില്ല, കേട്ടോടാ എന്ന് പറഞ്ഞ് കോളറിൽ പിടിച്ചൊരൊറ്റ എന്ത് വെച്ചു കൊടുത്തതിനു ശേഷം വിഷ്ണു നല്ല സ്റ്റൈലായിട്ട് അവിടെ നിന്ന് പോവുക. ഉപേന്ദ്രൻ പേടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കണം അവിടെ. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്ക് ശ്യാമ എത്തിയിരിക്കുക. ഭഗവാനെ, ഒരു വലിയ സങ്കടം കൊണ്ടാ ഞാനിന്ന് അങ്ങയുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് ഞാൻ കേൾക്കാൻ പാടില്ലാത്ത പലതും കേട്ടു. സ്വന്തം ഏട്ടന്റെ സ്ഥാനത്തുള്ള എന്റെ കുഞ്ഞേച്ചിയുടെ എല്ലാ വിഷ്ണു ഏട്ടനെ ചേർത്ത് എന്നെ പറഞ്ഞത് എനിക്ക് സഹിക്കാവുന്നതിനേക്കാളും അപ്പുറമാണ്. ഭർത്താവില്ല, കുഞ്ഞില്ല, എല്ലാം നഷ്ടപ്പെട്ട് എനിക്ക് എന്തിനാ ഈ ജീവിതം? എനിക്കതും വേണ്ട. അതിനു വേണ്ടിയാ ഞാൻ അങ്ങയുടെ മുന്നിൽ വന്നു നിന്ന് അനുവാദം ചോദിക്കുന്നത്. ഞാനിപ്പോ തീർത്തും സ്വതന്ത്രയാണ്. എന്നിൽ അവകാശം പറഞ്ഞു വരാൻ ആരുമില്ല. ഭർത്താവും മക്കളും ഇല്ലാത്തവൾക്ക് ആരും അവകാശം പറഞ്ഞു വരാൻ? ഇപ്പൊ എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം. ബന്ധനങ്ങളൊന്നുമില്ല, കെട്ടുപാടുകളും ചങ്ങല പൂട്ടുകളും ഒന്നുമില്ല. മരിക്കാൻ വരെ എനിക്ക് തയ്യാറാകാം. ഒരാളും തടയാനില്ല. എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലെന്ന് എന്റെ ഭർത്താവ് വരെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാ ഇനി എനിക്ക് ഇങ്ങനൊരു ജീവിതം? ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ദൈവസന്നിധിയിൽ തന്നെ. ഞാൻ എന്റെ ജീവൻ സമർപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിലും ചെയ്തു പോയ പാപങ്ങളെല്ലാം അവസാനിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് സമയം പിന്നീട് കാണിക്കുന്നത് സത്യാമ്മയുടെ വീട്ടിലെ ബാമ ഇങ്ങനെ മുകളിൽ ഇരിക്കുക. അപ്പൊ അങ്ങോട്ടൊരു കാറ് വരും. നോക്കുമ്പോ ശാലിനിയാണ് ഇറങ്ങി വരുന്നത്. ശാലിനിയുടെ കൂടെ പപ്പിമോളും ഉണ്ട്. കാറിന്ന് ഇറങ്ങുന്നതും പപ്പി അകത്തേക്ക് ഓടിപ്പോവും. ശേഷം ബാഗുമായി ശാലിനി അകത്തേക്കും പോവാ. ഇതൊക്കെ കാണുമ്പോ ബാമ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരും. അച്ഛച്ചാന്ന് വിളിച്ച് പപ്പിമോൾ അകത്തേക്ക് ഓടിയെത്തും. എന്റെ മോൾ എത്തിയോ? എന്റെ കൂടെ ആരാ വന്നിരിക്കുന്നത് നോക്കിക്കേ. ശാലിനിയെ കാണുമ്പോ രാഘവേട്ടന് സന്തോഷാവും. ഇങ്ങോട്ട് കയറി വാ മോളെ. അപ്പൊ ശാലിനി ഇങ്ങനെ ചുറ്റിലും നോക്കുക ബാമേനെ. ഇങ്ങോട്ട് കയറി വാ മോളെ, അച്ഛനല്ലേ വിളിക്കുന്നത്, ഇങ്ങോട്ട് കയറി വാ എന്ന് പറയുമ്പോ ശാലിനി അകത്തേക്ക് കയറാണ്. അങ്ങനെ ശാലിനി അവിടെ വരുമ്പോ രാഘവേട്ടൻ പറയും ഞാനേ മോളെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. പിള്ളയുടെ ആ കാര്യം ഞാൻ പറയുകയും ചെയ്തു. ശാലിനി പറയും പിള്ളച്ചേട്ടൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പപ്പിയോട് പറയും മോൾ അകത്തേക്ക് ചെല്ലേ, എന്തെങ്കിലും എടുത്ത് കഴിക്കേ, എനിക്ക് വിശക്കുന്നില്ല അച്ഛച്ചാ. അപ്പോ രാഘവേട്ടൻ പറയും എന്നാലും ചെല്ലേ പൊന്നി, മോൾക്ക് കഴിക്കാൻ എടുത്തു കൊടുക്ക്. പപ്പി പറയും എനിക്ക് വിശക്കുന്നില്ല അച്ഛച്ച, അതുകൊണ്ടാ. അപ്പൊ ശാലിനിയെ നോക്കുകയാണ് രാഘവേട്ടൻ. ശാലിനിയും പറയും മോളെ അച്ഛച്ചൻ പറഞ്ഞതല്ലേ ചെല്ലേ. അപ്പൊ പൊന്നിക്ക് കാര്യം മനസ്സിലാവും. പൊന്നി പപ്പിയെ കൂട്ടി അവിടെ നിന്ന് പോകും. അല്ല മോളിരിക്കേ എന്ന് പറയുമ്പോഴും ശാലിനി ബാമയാണ് തിരക്കുന്നത്.
മോളിരിക്കേ. അപ്പോ ശാലിനി അവിടെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് അവരിങ്ങനെ സംസാരിക്കാൻ തുടങ്ങുന്നത് കാണിച്ചിട്ടാ ഈ ഭാഗം കഴിയുന്നത്. എന്തായാലും ബാമ അവിടെ എത്തി അതില് ശാലിനി വന്നതിനെയും കുറ്റപ്പെടുത്തിയായിരിക്കും സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്